തമിഴകത്തിന്റെ പുരട്ചി തലൈവി ഇനി ഓർമ്മ. കണ്ണീരണിഞ്ഞ ജനസാഗരത്തെ സാക്ഷി നിർത്തി ജയലളിതയുടെ ഭൗതിക ശരീരം മണ്ണോട് ചേർന്നു. മറീന ബീച്ചിലെ അണ്ണാ സ്ക്വയറിൽ എംജിആറിന്റെ സ്മൃതി മണ്ഡപത്തോട് ചേർന്ന് ഇനി ജയലളിതയ്ക്ക് അന്ത്യവിശ്രമം. പുരട്ചി തലവി ഇനി ഇല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജയലളിതയുടെ അന്ത്യയാത്രാമൊഴിയാണ് ഇവർ നൽകുന്നത്. മൊബൈൽ ഫോണുകളിൽ വെളിച്ചം തെളിച്ചുകൊണ്ടാണ് ജനങ്ങൾ, തമിഴ് മക്കൾ ജയലളിതയ്ക്ക് അന്ത്യയാത്രാമൊഴി നൽകിയിരിക്കുന്നത്. തമിഴ് മക്കൾക്ക് ഇനി അമ്മ ഓർമ്മ മാത്രം. ഇതേക്കനിക്ക് എംജിആറിന്റെ ചാരത്ത് അന്ത്യവിശ്രമം. കണ്ണീരണിഞ്ഞ ഒരു പകൽ നീണ്ട വികാരനിർഭര യാത്രാമൊഴികൾ ഏറ്റുവാങ്ങി പുരട്ചി തലൈവി ജയലളിത ഉജ്ജ്വല സ്മരണയായി. രാജാജി ഹാളിന്റെ മുറ്റത്ത് നിന്ന് അലങ്കരിച്ച പ്രത്യേക വാഹനത്തിലാണ് ജയലളിതയുടെ ഭൗതിക ശരീരം വിലാപയാത്രയായി മഹാസമുദ്രത്തിന്റെ തീരത്തൊരുക്കിയ കുടീരത്തിലേക്ക് എത്തിച്ചത്. ഭൗതിക ശരീരം വഹിക്കുന്ന വാഹനത്തിൽ ജയലളിതയുടെ തോഴി ശശികലയും അടുത്ത ബന്ധുക്കളും മാത്രം. പാതയുടെ ഇരുവശവും അമ്മയ്ക്ക് അന്ത്യോപചാരമർപ്പിക്കാൻ ലക്ഷങ്ങളാണ് തടിച്ചുകൂടിയത്. പാതയുടെ വശങ്ങളിലെ കെട്ടിടങ്ങൾക്കും മതിലുകൾക്കും മുകളിലും വൃക്ഷത്തലപ്പുകളിലും വരെ മക്കൾ അമ്മയ്ക്ക് പ്രണാമമർപ്പിക്കാൻ കാത്തിരുന്നു. മറീന ബീച്ച് അക്ഷരാർത്ഥത്തിൽ മനുഷ്യസാഗരമായി. എംജിആർ സ്മൃതി മണ്ഡപത്തോട് ചേർന്നാണ് അന്ത്യവിശ്രമമൊരുക്കിയത്. ഔദ്യോഗിക ബഹുമതികൾക്ക് ശേഷം സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി. ജയലളിതയുടെ ആഗ്രഹപ്രകാരം എംജിആറിനെ സംസ്കരിച്ചതുപോലെ തന്നെ ചന്ദനത്തടിയിൽ തീർത്ത പെട്ടിയിലാണ് മൃതദേഹം അടക്കം ചെയ്തത്. ദേശീയ നേതാക്കളും ചലച്ചിത്ര സാംസ്കാരിക രംഗത്തെ പ്രമുഖരും അണമുറിയാത്ത ജനപ്രവാഹവും അന്ത്യചടങ്ങുകൾക്ക് സാക്ഷിയായി. അസ്തമയ സൂര്യനൊപ്പം തമിഴ്നാടിന്റെ വെട്ടവും അണഞ്ഞു. ജി പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്, ചെന്നൈ. തലൈവിക്ക് ശേഷം തമിഴകം എങ്ങോട്ട് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM നേതാവ് MP രാജേഷ് MP, BJP വക്താവ് MS കുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലി, തമിഴ്നാട്ടിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച PC സിറിയക് IAS, തമിഴ്നാട്ടിലെ കക്ഷി രാഷ്ട്രീയത്തെപ്പറ്റി ഗവേഷണ പ്രബന്ധം രചിച്ച ഡോക്ടർ S രതീഷ് കുമാർ എന്നിവർ ഈ ചർച്ചയിൽ ഇപ്പോൾ പങ്കുചേരുന്നു. അല്പസമയത്തിനകം NK പ്രേമേന്ദ്രൻ MP, എഴുത്തുകാരൻ TD രാമകൃഷ്ണൻ എന്നിവരും ഈ ചർച്ചയിൽ പങ്കുചേരും.